വാഹനങ്ങളിലെ അമിത പ്രകാശത്തിനെതിരെ യാതൊരു വിധത്തിലുള്ള പരിശോധനകളും നടക്കുന്നില്ല എന്ന് ഗതാഗത മേഖലയിലെ വിദഗ്ധർ പറയുന്നു. വാഹനങ്ങൾ മോഡിഫൈ ചെയ്തുവരെ ഉയർന്ന പ്രകാശമുള്ള ലൈറ്റുകൾ ഘടിപ്പിക്കുന്നുണ്ട്. കൃത്യമായ നടപടിയും ബോധവൽക്കരണവും ഇല്ലെങ്കിൽ റോഡുകൾ മരണക്കെണിയായി മാറുമെന്നാണ് ഗതാഗത മേഖലയിലെ വിദഗ്ധരും പറയുന്നത്. നമ്മളിപ്പോ ഈ ദൃശ്യങ്ങളിൽ കണ്ടില്ലേ, രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് മരണക്കെണി ഒരുക്കുകയാണ് എതിരെ വരുന്ന വാഹനങ്ങളിൽ നിന്നുള്ള ഈ അമിത വെളിച്ചം. മോഡിഫൈ ചെയ്തുമൊക്കെ LED ലൈറ്റ് ഘടിപ്പിച്ച വാഹനങ്ങൾ രാത്രിയിൽ ജീവനെടുക്കുന്ന മരണക്കെണി ഒരുക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? എങ്ങനെയാണ് പരിഹാരം കണ്ടെത്താനാവുക? കൊച്ചിയിൽ നിന്നുള്ള രാത്രി യാത്ര കാഴ്ചകളിലേക്കാണ് ഇനി. അമിത പ്രകാശമുള്ള LED ലൈറ്റുകൾ വാഹനത്തിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള യാത്ര. എതിരെ വാഹനങ്ങൾ വരുമ്പോൾ ഡിം ലൈറ്റ് ഉപയോഗിക്കാതിരിക്കുക. രാത്രി യാത്രക്കാരുടെ ജീവിതം ഇരുട്ടിലാക്കുന്നതാണ് വാഹനങ്ങളിലെ ഈ അമിത പ്രകാശം. നമ്മുടെ പൊതുനിരത്തുകളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലെയർ. ഹെഡ്ലൈറ്റ് LED ലൈറ്റ് പിടിപ്പിക്കുക, അത് ഡിം ചെയ്യാതെ പോവുക, എതിരെ വരുന്ന ആൾക്കാരെ മനഃപൂർവ്വം ദ്രോഹിക്കത്തക്ക രീതിയിൽ അവരെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിലുള്ള ലൈറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഇല്ലീഗലാണെന്നുള്ള വിവരം അറിയാതെ ആൾക്കാർ പൈസ മുടക്കി പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ രണ്ട് ദോഷമുണ്ട്. ഒന്ന്, വാഹനത്തിൻ്റെ എക്സസീവ് ഗ്ലെയർ, ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലെയർ മൂലം അവർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും, അവർ അപകടത്തിൽ ചെന്നപ്പെടും. എതിരെ വരുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ നേർക്ക് വാഹനം ഇടിച്ചു കയറ്റാൻ നോക്കും. ഈ ഹൈവേ സേഫ്റ്റി കോഡ് എന്നുള്ള ബുക്കിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ വാഹനത്തിന് ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ കപ്പാസിറ്റി അത് 55-65 വാട്ട്സ് ആയിരിക്കണം. അതിനപ്പുറത്തേക്ക് ഒരു കപ്പാസിറ്റി ഉള്ള ബൾബ് പിടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ മാസീവായിട്ട് നമ്മുടെ നാട്ടിലെ ഇലക്ട്രീഷ്യൻസ്, ഇത് വിൽക്കുന്ന ഷോപ്സൊക്കെ തന്നെ 200 വാട്ട്സിൻ്റെ പോലും LED ലൈറ്റുകൾ വന്നിട്ട് ചെറു കാറുകളിൽ പോലും പിടിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത്രയും റോഡ് അപകടങ്ങൾ മറ്റ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്നില്ല. കാരണം ഇത്തരം ബൾബുകൾ പലയിടത്തും അത് ബാൻ ചെയ്തേക്കാണ്. ദീർഘദൂര യാത്രക്കാർക്കുൾപ്പെടെ ഇത്തരം ലൈറ്റുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. റോഡിലെ യാത്രക്കിടയിൽ ലൈറ്റുകൾ വില്ലനായി മാറുന്നത് പതിവാണെന്ന് ഡ്രൈവർമാർ ഒന്നടങ്കം പറയുന്നു. എതിരെ വരുന്ന വണ്ടിയും ബാക്കിൽ വരുന്ന വണ്ടിയും ഭയങ്കര ലൈറ്റാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് രാത്രി യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അത് കണ്ണിന് കാഴ്ചക്കുറവ് വരെ സംഭവിക്കും. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് അപായപ്പെടുത്തുന്ന മാതിരി ലൈറ്റുകൾ വരുമ്പോൾ നമ്മുടെ വണ്ടി കയ്യിൽ നിന്ന് പോകാറുണ്ട്. പഴയ മാതിരിയല്ല, ഇറങ്ങുന്ന വണ്ടികളൊക്കെ ഭയങ്കര പവറുള്ള ലൈറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. കാൽനട യാത്രക്കാരുടെ ജീവൻ ഉൾപ്പെടെ അപകടത്തിലാക്കുന്നതാണ് വാഹനങ്ങളിലെ ഈ വെളിച്ചം. ഹെഡ്ലൈറ്റിന് മേലെ ഒരു ലൈറ്റും പാടില്ലെന്നാണ് നമ്മുടെ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിൻ്റെയും സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് റെഗുലേഷൻസ് പറയുന്നത്. കണ്ടോ, എന്തിനാണ് ആ ലൈറ്റിൻ്റെ ആവശ്യം എന്നുള്ളത് അറിയില്ല. ഈ വരുന്ന വണ്ടി LED ഹെഡ്ലൈറ്റ് ആണ്. ഇത് ലീഗലായിട്ട് ഉള്ളതല്ല, ഇല്ലീഗലായിട്ട് പിടിപ്പിച്ചേക്കുന്നതാണ്. കണ്ടില്ലേ, ഇങ്ങനെ അമിത പ്രകാശമുള്ള ലൈറ്റുകൾ യഥേഷ്ടം വാഹനത്തിൽ ഘടിപ്പിച്ച് തോന്നും പോലെ നിങ്ങൾക്ക് റോഡിലിറങ്ങാം. നടപടിയില്ല, പിഴയില്ല, യാതൊരുവിധ അനക്കവും ഉദ്യോഗസ്ഥർക്കില്ല. ആളുകളെ നടു റോട്ടിൽ കണ്ണടപ്പിക്കുന്ന, ഇരുട്ടിലാക്കുന്ന ഇതിനെതിരെ എന്ത് നടപടിയിലുണ്ടാകുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ക്യാമറമാൻ വേണുവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.